ഒരു എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഒരു ടേസ്റ്റി ആവുന്ന വെജിറ്റബിൾ റൈസ് റെസിപ്പിയാണ് കാണുന്നത്. ഇതിനായി കുക്കറിൽ അല്പം വെളിച്ചെണ്ണ ചേർക്കുക. ഇതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്കായ, ബേ ലീവ്സ് എന്നിവ ആഡ് ചെയ്ത് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതാക്കി അരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. റൈസിലേക്ക് ആവശ്യമായ വെജിറ്റബിൾസ് നിങ്ങളുടെ ഇഷ്ടാനുസരണം എടുക്കാവുന്നതാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് ക്യാരറ്റ്, ഗ്രീൻ പീസ്, പിന്നെ സ്വീറ്റ് കോണും ബീൻസും ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് ഇനി ആവശ്യമായ തക്കാളി, പിന്നെ കുറച്ച് ക്യാപ്സിക്കം, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ ആഡ് ചെയ്ത് നന്നായിട്ട് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഗരം മസാല ഇതൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. ഒരല്പം ചിക്കൻ മസാല കൂടെ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് കൂടാവുന്നതാണ്, നിർബന്ധമില്ല. മസാലയുടെ പച്ചമണം മാറിയതിന് ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. 1 കപ്പ് റൈസിന് 1.5 കപ്പ് വെള്ളം എന്ന രീതിയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 2 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. സോ 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളം ആഡ് ചെയ്തതിന് ശേഷം ഉപ്പ് കുറവാണെങ്കിൽ ഒരല്പം ഉപ്പ് ചേർക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ച ബസ്മതി റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. റൈസ് ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കുക്കർ അടച്ച് വെച്ച് ഒരു 2 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അരിയുടെ വേവ് അനുസരിച്ച് വേണം നമ്മളുടെ വിസിലിൻ്റെ എണ്ണം നോക്കാൻ. കാരണം ചില അരി പെട്ടെന്ന് വേവുന്നതാണ്, അതുകൊണ്ട് ഒരു വിസിൽ മതിയാവും. നിങ്ങളുടെ അരിയുടെ വേവ് അനുസരിച്ചിട്ട് വിസിലിൻ്റെ എണ്ണം നോക്കേണ്ടത്. സോ വെറും 5 മിനിറ്റ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് കുക്കറിൽ ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആൻഡ് ഈസി റെസിപ്പിയാണ് വെജിറ്റബിൾ റൈസ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം, ഫീഡ്ബാക്ക് അറിയിക്കാം.